വെൽക്കം ടു സ്റ്റഡി വിൻ PSC 2025 നോബൽ ജേതാക്കളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. PSCയുടെ മിക്ക പരീക്ഷകളിലും മിക്കപ്പോഴും ചോദിക്കുന്നതാണ് നോബൽ ജേതാക്കളെയും അവരുടെ കണ്ടുപിടുത്തങ്ങളെയും പറ്റി. അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. വൈദ്യശാസ്ത്രം 2025 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 3 പേർക്കാണ്. മേരി ഇ ബ്രോങ്കോവ്, ഫ്രെഡ് റാംസ്റ്റെല്ല്, ഡോക്ടർ ഷിമോൺ സഗാകുച്ചി. 2025 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 3 പേർക്കാണ്. മേരി ഇ ബ്രോങ്കോവ്, ഫ്രെഡ് റാംസ്റ്റെല്ല്, ഡോക്ടർ ഷിമോൺ സഗാകുച്ചി. കണ്ടെത്തൽ: മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ചുള്ള ഗവേഷണം. 2025 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നതിനുള്ള കണ്ടുപിടുത്തം മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ചുള്ള ഗവേഷണത്തിനാണ്. ഇപ്പോൾ പരീക്ഷകളിൽ ഈ നോബൽ സമ്മാനം ലഭിച്ചവർ എവിടെ നിന്നാണെന്നും കൂടെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ ഏത് രാജ്യത്ത് നിന്നാണെന്നും കൂടെ പഠിക്കുക. അപ്പോൾ ഇവിടെ വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ച മേരി ഇ ബ്രോങ്കോവ് അമേരിക്കയിൽ നിന്നുള്ള വ്യക്തിയാണ്. ഫ്രെഡ് റാംസ്റ്റെല്ല് യു എസിൽ നിന്നുള്ള വ്യക്തിയാണ്. ഡോക്ടർ ഷിമോൺ സഗാകുച്ചി ജപ്പാനിൽ നിന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഈ മേരി ഇ ബ്രോങ്കോവും ഫ്രെഡ് റാംസ്റ്റെല്ലും ഇവർ രണ്ടുപേരും US തന്നെ, രണ്ടും അമേരിക്കക്കാരാണ് കേട്ടോ. മേരി ഇ ബ്രോങ്കോവും ഫ്രെഡ് റാംസ്റ്റെല്ലും US-ഉം അമേരിക്കയും രണ്ടും സെയിം ആണല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും അമേരിക്കയാണ്. ഡോക്ടർ ഷിമോൺ സഗാകുച്ചി ജപ്പാനിൽ നിന്നുള്ള വ്യക്തിയാണ്. അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തായാലും അമേരിക്കയല്ലെന്ന്. വൈദ്യശാസ്ത്രത്തിലെ മേരിയും ഫ്രെഡും അവർ രണ്ടുപേരും അമേരിക്കക്കാരാണ്. പിന്നെ ഉള്ള ആൾ ഷിമോൺ സഗാകുച്ചി. ഷിമോൺ സഗാകുച്ചി എന്ന് കേൾക്കുമ്പോഴേ അറിയാം അത് അമേരിക്കയല്ലെന്ന്. അപ്പോൾ ഈ ഷിമോൺ സഗാകുച്ചി എന്നൊക്കെ പറയുമ്പോൾ അതെന്തായാലും ഒരു ജപ്പാൻകാരായിരിക്കുമല്ലോ. ജപ്പാൻ അങ്ങ് ഓർത്ത് വയ്ക്കുക കേട്ടോ, ആ പേര് ഓർത്ത് വയ്ക്കുക. അപ്പം വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നുള്ള ആൾക്കാർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ മറ്റേ ആളുടെ ജപ്പാൻകാരൻ്റെ പേര് കേൾക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും അത് ജപ്പാനിൽ നിന്നുള്ള ആളാണെന്ന്. ഷിമോൺ സഗാകുച്ചി, ആ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ജപ്പാനിൽ നിന്നുള്ള ആളാണെന്ന്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. 2025 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 3 പേർക്കാണ്. മേരി ഇ ബ്രോങ്കോവ് അമേരിക്കയിൽ നിന്നുള്ള വ്യക്തി, ഫ്രെഡ് റാംസ്റ്റെല്ല് US-ൽ നിന്നുള്ള വ്യക്തി, ഡോക്ടർ ഷിമോൺ സഗാകുച്ചി ജപ്പാനിൽ നിന്നുള്ള വ്യക്തി. കണ്ടെത്തൽ: മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ചുള്ള ഗവേഷണം. ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത് 3 പേർക്കാണ്. ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡെവോററ്റ്, ജോൺ M. മാർട്ടിനിസ്. ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത് 3 പേർക്കാണ്. ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡെവോററ്റ്, ജോൺ M. മാർട്ടിനസ്. അപ്പോൾ ഇവർ എവിടുത്തുകാരാണ്? ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ, മിഷേൽ H. ഡെവോററ്റ് ഫ്രാൻസ്, ജോൺ M. മാർട്ടിനസ് US. അപ്പോൾ ഇവിടെ ഈ ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചതിൽ 2 ജോൺ ഉണ്ട്. ഒരാൾ ജോൺ ക്ലാർക്ക് ബ്രിട്ടനിൽ നിന്നുള്ള ആൾ, മറ്റേ ആൾ ജോൺ M. മാർട്ടിനസ് US-ൽ നിന്നുള്ള ആൾ. പിന്നെ മൂന്നാമത്തെ ആൾ മിഷേൽ H. ഡെവോററ്റ്, അവർ ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ബ്രിട്ടൻ, ഫ്രാൻസ്, USA ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അതിൽ ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ ആണ്, ജോൺ M. മാർട്ടിനസ് US ആണ്, പിന്നെ മിഷേൽ H. ഡെവോററ്റ് ഫ്രാൻസിൽ നിന്നുള്ള വ്യക്തിയാണ്. ഓക്കെ, കണ്ടെത്തൽ: ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണം. 2025 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിക്കാൻ ഇടയാക്കിയ കണ്ടെത്തൽ ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണം.
രസതന്ത്രം സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. 2025 രസതന്ത്ര നോബൽ പുരസ്കാരം 3 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. സുസുമു കിറ്റഗാവ ജപ്പാനിൽ നിന്നുള്ള വ്യക്തിയാണ്. റിച്ചാർഡ് റോബ്സൺ ബ്രിട്ടനിൽ നിന്നുള്ള വ്യക്തിയാണ്. ഒമർ യാഗി US നിന്നുള്ള വ്യക്തിയാണ്. ജപ്പാൻ, ബ്രിട്ടൻ, US കേട്ടോ രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ജപ്പാൻകാരൻ്റെ പേര് കേൾക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. സുസുമു കിറ്റഗാവ ജപ്പാൻ, ആ ഒരു സ്റ്റൈൽ പേരാണല്ലോ അദ്ദേഹത്തിന്. പിന്നെ റിച്ചാർഡ് റോബ്സൺ ബ്രിട്ടൻ, ഒമർ യാഗി US. കണ്ടെത്തൽ ലോഹ കാർബണിക ചട്ടക്കൂടുകൾ എന്നറിയപ്പെടുന്ന സുഷിരങ്ങളുള്ള ക്രിസ്റ്റൽ ഘടനകളുടെ രൂപകൽപ്പനയ്ക്ക്. ലോഹ കാർബണിക ചട്ടക്കൂടുകൾ എന്നറിയപ്പെടുന്ന സുഷിരങ്ങളുള്ള ക്രിസ്റ്റൽ ഘടനകളുടെ രൂപകൽപ്പനയ്ക്ക്. രസതന്ത്രം എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്റ്റൽ എന്നങ്ങ് ഓർത്ത് വെക്കുക. നമ്മൾ രസതന്ത്രത്തിലൊക്കെ കെമിസ്ട്രിയിലൊക്കെ കൂടുതലും ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ എപ്പോഴും പഠിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് രസതന്ത്രം, അപ്പോൾ ക്രിസ്റ്റൽ എന്നങ്ങ് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്തത് ഇനി സാഹിത്യം. 2025 സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ്. ഹംഗറിയിൽ നിന്നുള്ള വ്യക്തിയാണ്. 2025 സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ലാസ്ലോ ക്രാസ്നഹോർക്ക. ലാസ്ലോ ക്രാസ്നഹോർക്ക ഹംഗറിയിൽ നിന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ സാഹിത്യം, ലിറ്ററേച്ചർ എന്ന് പറയുമ്പം ലിറ്ററേച്ചറിലൊരു എല്ലുണ്ടല്ലോ. അപ്പോൾ ഈ ലാസ്ലോയുടെ എല്ലും കൂടെ വെച്ചങ്ങ് ഓർത്താൽ മതി. ലിറ്ററേച്ചറിൻ്റെ എല്ലും ലാസ്ലോയുടെ എല്ലും കൂടെ. അപ്പോൾ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം, അതായത് ലിറ്ററേച്ചറിനുള്ള നോബൽ പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത് ലാസ്ലോ ക്രാസ്നഹോർക്ക ഹംഗറിയിൽ നിന്നുള്ള വ്യക്തിയാണ്. സമാധാന നോബൽ പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത് മരിയ കൊറീന മച്ചാഡോ, വെനിസുല. 2025 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മരിയ കൊറീനോ മച്ചാഡോ, വെനിസുലയിൽ നിന്നുള്ള വ്യക്തിയാണ്. വെനിസുലയിലെ സോഷ്യലിസ്റ്റ് ഏകാധിപത്യത്തിനെതിരെ പട നയിക്കുന്ന ജനാധിപത്യ പ്രവർത്തകയാണ്. വെനിസുലയിലെ സോഷ്യലിസ്റ്റ് ഏകാധിപത്യത്തിനെതിരെ പട നയിക്കുന്ന ജനാധിപത്യ പ്രവർത്തകയാണ് മരിയ കൊറീന മച്ചാഡോ. അപ്പോൾ സമാധാനത്തിൻ്റെ നോബൽ പുരസ്കാരം ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. കാരണം മരിയയ്ക്ക് സമാധാനമില്ല എന്ന് ഓർത്ത് വയ്ക്കുക. മരിയയ്ക്ക് സമാധാനമില്ല എന്ന്. അപ്പം വെനിസുലയിൽ നിന്നുള്ള വ്യക്തിയാണ് മരിയ കൊറീന മച്ചാഡോ. അതുപോലെ വെനിസുലയിലെ സോഷ്യലിസ്റ്റ് ഏകാധിപത്യത്തിനെതിരെ പട നയിക്കുന്ന ജനാധിപത്യ പ്രവർത്തകയാണ് മരിയ കൊറീന മച്ചാഡോ. അപ്പോൾ ഈ മരിയ കൊറീന മച്ചാഡോ എവിടെ നിന്നാണെന്ന്, ഏത് രാജ്യത്ത് നിന്നാണെന്ന് ഓർക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് അവരെ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും. വെനിസുലക്കാരിയാണ്. അതുപോലെ വെനിസുലയിലെ സോഷ്യലിസ്റ്റ് ഏകാധിപത്യത്തിനെതിരെ പട നയിക്കുന്ന ജനാധിപത്യ പ്രവർത്തകയാണ്. സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 3 പേർക്കാണ്. ജോയൽ മൊക്കീർ, ഫിലിപ്പ അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത് 3 പേർക്കാണ്. ജോയൽ മൊക്കീർ, ഫിലിപ്പെ അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. ജോയൽ മൊക്കീർ UN ഇസ്രയേൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഫിലിപ്പെ അഗിയോൺ ഫ്രാൻസിൽ നിന്നുള്ള വ്യക്തിയാണ്. പീറ്റർ ഹോവിറ്റ് കാനഡയിൽ നിന്നുള്ള വ്യക്തിയാണ്. സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം 3 പേർക്കാണ്. ജോയൽ, ഫിലിപ്പ്, പീറ്റർ എന്നങ്ങോട്ട് ഓർത്ത് വയ്ക്കുക. ജോയൽ, ഫിലിപ്പ്, പീറ്റർ. ഈ ജോയൽ, ഫിലിപ്പ്, പീറ്റർ ഇതൊക്കെ നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ള പേരുകളല്ലേ. അവർക്കാണ് സാമ്പത്തിക ഇടപാടെന്നൊക്കെ ഓർത്താൽ മതി. എന്തെങ്കിലുമൊക്കെ ക്ലൂ ഒക്കെ വെച്ച് ഓർത്ത് വയ്ക്കുക. എനിക്ക് ചെറിയ ചുമ കാരണം ക്ലാസ്സുകളൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാനൊന്നും പറ്റിയിട്ടില്ല. പെട്ടെന്നുള്ളൊരു പ്രിപ്പറേഷനായിരുന്നു. അതുകൊണ്ട് ഇതിന് നല്ല നല്ല കോഡുകളൊന്നും ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനൊക്കെ നല്ല നല്ല കോഡുകളൊക്കെ അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ബാക്കിയുള്ള എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ.
പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഞാൻ പിന്നീട് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്ലാസ് ഒന്നുകൂടി ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എന്നാൽ ഇത് നോബൽ ജേതാക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വായിക്കാം. ഇനി സ്ഥലങ്ങളൊന്നും വായിക്കുന്നില്ല, ആൾക്കാരുടെ പേരും കണ്ടുപിടുത്തവും കൂടെ ഒന്നുകൂടി ഒന്ന് വായിച്ച് ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ, സ്ഥലങ്ങൾ പഠിച്ചു വയ്ക്കാൻ പറ്റുന്നവർ പഠിച്ചു വയ്ക്കുക. സ്ഥലങ്ങളൊക്കെ ഓർത്തിരിക്കാൻ നമുക്കൊരു കൺഫ്യൂഷൻ തന്നെയാണ്. പക്ഷേ PSC ഇപ്പോൾ ഉള്ള പരീക്ഷകൾക്കൊക്കെ ഇവരൊക്കെ എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ഏത് രാജ്യത്ത് നിന്നാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പണ്ട് സാധാരണ സാഹിത്യവും സമാധാനവും ഇവരൊക്കെ ഈ 2 കാറ്റഗറിയിലുള്ളവർ എവിടെ നിന്നാണെന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. വൈദ്യശാസ്ത്രം, രസതന്ത്രം, ഭൗതികശാസ്ത്രം അവിടെയൊക്കെ ഉള്ളവരും ഏത് സ്ഥലത്തു നിന്നാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതാണ് ഞാൻ സ്ഥലവും കൂടെ ആ രാജ്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വായിക്കാവേ. നോബൽ ജേതാക്കൾ 2025 വൈദ്യശാസ്ത്രം 3 പേർക്കാണ് നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മേരി ഇ ബ്രോങ്കോവ്, ഫ്രെഡ് റാംസ്റ്റെല്ല്, ഡോക്ടർ ഷിമോൺ സഗാകുച്ചി. കണ്ടെത്തൽ മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ചുള്ള ഗവേഷണം. ഭൗതികശാസ്ത്രം 3 പേർക്കാണ് നോബൽ പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത്. ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോററ്റ്, ജോൺ M മാർട്ടിനസ്. കണ്ടെത്തൽ ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണം. രസതന്ത്രം 3 പേർക്കാണ് 2025 രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഓമർ യാഗി. കണ്ടെത്തൽ ലോഹ കാർബണിക ചട്ടക്കൂടുകൾ എന്നറിയപ്പെടുന്ന സുഷിരങ്ങളുള്ള ക്രിസ്റ്റൽ ഘടനകളുടെ രൂപകൽപ്പനയ്ക്ക്. സാഹിത്യ നോബൽ പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത് ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ്. സമാധാന നോബൽ പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. അവർ വെനിസുലയിലെ സോഷ്യലിസ്റ്റ് ഏകാധിപത്യത്തിനെതിരെ പട നയിക്കുന്ന ജനാധിപത്യ പ്രവർത്തകയാണ്. സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 3 പേർക്കാണ്. ജോയൽ മൊക്കീർ, ഫിലിപ്പെ അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. ഓക്കെ, നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്